പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമസ്കാരത്തിന് മുന്നേ ഞാൻ കയ്യേണ്ടി വിട്ടു. കണക്കാക്കണ്ട, നമ്മൾ ഓണത്തിൻ്റെ റെസിപ്പിയിലാണ് ഇടുന്നത് കേട്ടോ. ഓണത്തിന് നിങ്ങൾക്കറിയാം, സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലത്തെ സാധനങ്ങൾ തന്നെയാണല്ലോ. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പണ്ട് പോയിട്ടുണ്ട്. പക്ഷേ ഓണത്തിൻ്റെ ആ സീസണിൽ, ഓണത്തിൻ്റെ 10 ദിവസത്തിൽ ഇടുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കുന്നത് ശർക്കരപ്പേരിയും വട്ടപ്പേരിയാണ്. വട്ടപ്പേരി എന്ന് പറഞ്ഞാൽ കായ്പേരി. അതിന് വേണ്ട സാധനങ്ങൾ തന്നെ ആയി തന്നെ പറയാം. നേന്ത്രക്കായ നല്ല മൂത്തത് ഇതുണ്ട്. 2 ഉപ്പേരിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ ശർക്കര ഉപ്പേരിക്കാണ് കൂടുതൽ സാധനം വേണ്ടത്. ഈ വട്ടപ്പേരിക്ക് സാധനങ്ങളൊന്നും വേണ്ട. ശർക്കര ഒരു 250 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ വെളിച്ചെണ്ണയാണ്. പിന്നെ ഇതിൽ ജീരകപ്പൊടി, ഇത് കുറച്ച് ഏലക്കായപ്പൊടി, പിന്നെ ഇത് ചുക്ക് പൊടി, പിന്നെ ഉപ്പ്, പിന്നെ മഞ്ഞൾ, വെള്ളം, പിന്നെ വേണ്ടത് കുറച്ച് 2-3 ടീസ്പൂൺ പഞ്ചസാര ഒന്ന് മിക്സിയിലിന്ന് ഇടത്തോട്ടൊന്നൊരൊറ്റ ആണിക്കില്ലേ, ഒരൊറ്റ ആണിക്കില്ലേ, അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. ഈ നേന്ത്രക്കായ ആദ്യം തന്നെ തൊലി കളയുന്നതിന് മുമ്പ് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ പാചകക്കാർ ഇട്ട് വയ്ക്കും. എന്നിട്ടാണ് സാധാരണ പോലെ നല്ല മൂത്ത കായായിരിക്കും കേട്ടോ. ഇതേ ഇങ്ങനെയുണ്ട് സിമ്പിളായിട്ട്. എന്നിട്ട് കൈ കൊണ്ടാണ്ട് നിൽക്കുക, ഇങ്ങനെയായിട്ട് കളയും. ഈ ശർക്കര ഉപ്പേരിയും ചിലർ 2 ഉപ്പേരിയും ഇങ്ങനെ ഈ മഞ്ഞൾ വെള്ളത്തിലിട്ട് വയ്ക്കും കേട്ടോ. നമ്മൾ 2 മഞ്ഞൾ വെള്ളത്തിലിട്ട് വയ്ക്കുന്നത് ഇതിമ്പോൾ ഒരു കറയിൻ്റെ ആവും. അത് കളയാനാണ് നമ്മളിത് ഇട്ട് വയ്ക്കുന്നത്. ഈ കായത്തൊലി കൊണ്ട് അവർ തലേദിവസം ഒരു കായുപ്പേരി ഉണ്ടാക്കും. പയറൊക്കെ ഇട്ടിട്ട്, ഉണക്ക പയറൊക്കെ ഇട്ടിട്ട്. അത് ഭയങ്കര ടേസ്റ്റാണ് സദ്യക്ക്. നല്ല മൂപ്പുള്ള കായ കേട്ടാ. ഇപ്പം നേന്ത്രക്കായ്ക്കും നേന്ത്രപ്പഴത്തിനും ഒരേ വിലയാണ്. ഇങ്ങനെ ഇടുന്നു, മുങ്ങി എടുക്കടാ. അപ്പം ഇതിൽ കുറച്ച് അറിയേണ്ടത് നമ്മൾ ഈ മഞ്ഞൾ വെള്ളത്തിലാണ് ഇട്ട് വയ്ക്കിട്ടാ. അപ്പോൾ നമ്മൾ ഇത് അരമണിക്കൂർ ഇട്ടു. അരമണിക്കൂർ ഇടൊന്നും വേണ്ട കേട്ടോ, കിടന്നാൽ മതി. അപ്പോൾ നമുക്ക് ഇനി ഇതാ അരിയാം. സരിതാ, ഈ കായത്തൊലി ഉണ്ടോ? കായത്തൊലി ഇത് വൈകുന്നേരം ഉപ്പേരിയും പയറുപ്പേരിയും കായത്തൊലിയും പയർ വയ്ക്കാൻ. എത്ര ശതമാനം കഴിഞ്ഞു? തായോ, ഞാൻ അവനെ പഠിപ്പിക്കാതിരിക്കും. എൻ്റെ ഇടയിലാണ് വന്നത്. മാക്സിമം അവന് പരീക്ഷയായി. നമ്മൾ ശർക്കര ഉപ്പേരിക്ക് ശരിക്ക് ഇതേ കായനെ നടു ആക്കിയിട്ട് ഒരേ അളവിൽ കണ്ട. അത് വീതി വല്ലാണ്ട് കൂട്ടണ്ട. പണ്ടൊക്കെ നല്ല വീതിയിലൊക്കെ ആക്കി വിടുന്നു. നമുക്ക് ഒന്ന് ചെരിച്ച് പിടയ്ക്കും. നമ്മൾ ശർക്കര ഉപ്പേരിക്കുള്ളത് നീണ്ട് നുറുക്കി, എന്താ പറയുക, വട്ടപ്പേരിക്കുള്ള വെള്ളത്തിൽ തന്നെ എടുക്കണു. അത് ആദ്യം ഇത് വറുത്ത് കഴിഞ്ഞിട്ട് നമുക്കത് വെക്കാം. നമ്മളെ അടുപ്പ് കത്തിച്ച് ഈ സാധനം വെച്ചപ്പോഴേക്കാണ് ഇവിടെ പുല്ല് വെട്ടാനുള്ള സാധനം വന്നത്. ഭയങ്കര അരോചകമാണ് ശബ്ദം. അതായിരുന്നു വൈകുന്നേരം ചെയ്യാൻ പറ്റില്ലോ. വേണ്ട ഇരിക്കണേണ്ട. അവിടെ ഒരാൾ വെട്ടുണ്ട് കണ്ട. അതിന് ശബ്ദം ഭയങ്കര. അവിടെ നേരെ ചാട്ടാവും. ഓ ചാട്ടായി. ആ കല്ലൂരും. നേരെ വൈകി. അപ്പോൾ നമ്മൾക്ക് തീ കത്തിച്ചിട്ട് നമ്മുടെ ചീഞ്ചട്ടി അടുപ്പത്ത് വയ്ക്കുന്നു കേട്ടോ. നമ്മുടെ ചീഞ്ചട്ടി ചൂടായി നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നു കേട്ടോ.
നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഇതാണ് ഇടാം കേട്ടോ. നമ്മളൊരു മീഡിയം തീയിൽ ഇത് വറുത്തെടുക്കണം കേട്ടോ. കറിക്ക് ഇളക്കാട്ടോ അങ്ങനെ അത് വറുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് ഈ മറ്റേ വട്ടപ്പേരിക്കുള്ള സാധനമില്ലേ ഇത് നമുക്ക് വെള്ളത്തിനെടുത്തിട്ട് ഇത് തുടച്ച് വയ്ക്കാം. വെറുതെ ഇതിങ്ങനെ ഒരു ടവലുണ്ട് ഇന്ന് തുടച്ച് വയ്ക്കുക. ഇന്ന് വെള്ളത്തിന് ഇത് പാടില്ലേ. ഒരെണ്ണത് മീരിക്ക് ശർക്കര ഉപ്പേരി ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല ചേട്ടാ. ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് ഒടിച്ച് നോക്കി വെക്കാം. ആയിട്ടില്ല കണ്ട ഉള്ളാവണല്ലോ, പകുതി ആയിട്ടല്ലോ. ഇതേ നമ്മുടെ ഇതായിട്ടാ. അപ്പോൾ നമുക്കിത് പോരാം. നമ്മൾ പാത്രത്തിലിരുന്ന് അടുത്തത് നമ്മൾ ഇതിങ്ങനത്തെ ഒരു സാധനം എടുക്കുക. എല്ലാവരും വീട്ടിലുണ്ടാവും ഇത് ഈ ഉപ്പേരി വറക്കാനുള്ളത്. അപ്പോൾ അതിരിക്കാണ്ട് ഇങ്ങനെ ഇതാക്കിയത്. ഇതില്ലെങ്കിൽ പണ്ടൊക്കെ കൈ കൊണ്ട് ആക്കി കൊടുന്ന കേട്ടാ. കൈ കൊണ്ട് മറ്റേ കത്തി ഇത് വളരെ എളുപ്പമുള്ള പണിയാണ്. ഒരു പാത്രത്തിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് സ്വല്പം വെള്ളം ഒഴിച്ചിട്ടിട്ട് അതിൽ ഒരു 1/2 ടീസ്പൂൺ ഉപ്പിടുക. എന്നിട്ടൊന്ന് ഇളക്കി വയ്ക്കുക. ഈ വെള്ളം നമുക്ക് അതിലേക്ക് ഒഴിക്കണേ. അലിയനട്ടത് അതിൽ ബെസ്റ്റ് മൂത്ത കായ കേട്ടാ. നല്ല ഒപ്പരം എടുക്കാനായിട്ട്. ഉണങ്ങി ഒടിഞ്ഞ് വരാറായി ഉണങ്ങി. നമുക്ക് ഇപ്പം നോക്കിയോ കേട്ടാ. ഈ സാധനം നല്ല ശബ്ദമായി. അപ്പോൾ ഒരൊന്ന് ഇതെങ്ങനെ ഒടിച്ച് നോക്കാൻ വേണമെങ്കിൽ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക്. എന്നാലും നമുക്ക് ഒരു സമാധാനത്തിന് കാണിച്ചിട്ടുണ്ടേ. ഇതാണ് ഒടിയണണ്ട സാധനം കറക്റ്റ് പാകമായി. ഈ സമയത്ത് നമുക്ക് ഉപ്പ് വെള്ളമല്ലേ അതൊരു സ്വല്പം ഒരു 1/2 ടീസ്പൂണേക്കാളും കൂടുതൽ ഇട്ടിട്ട് ചലിക്കുക. ഉപ്പ് പൊടി ഇടരുത്, ഉപ്പ് വെള്ളമാണ് നല്ലത് കേട്ടാ. ഇനി അതൊന്ന് വറ്റും. അതാണ്ട് വറ്റി തുടങ്ങി. അപ്പോൾ നമുക്ക് കണ്ട് കോരിയെടുക്കാം. നമ്മുടെ ഉപ്പേരി വറക്കൽ കഴിഞ്ഞു. നമ്മൾ ശർക്കര വരട്ടി ശരിയാക്കാൻ പോകണം. അതിനായിട്ട് നമ്മൾ ചീഞ്ചട്ടി മാറ്റിയിരിക്കുന്നു. നമ്മൾ ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുന്നു. നമ്മൾ ഇതിലേക്ക് ശർക്കര ഇടാൻ പോകണം കേട്ടോ. ഇത് ഈ മറ്റേ മറയൂർ ശർക്കരയാണ് കേട്ടോ. ഇത് 250 ഗ്രാമിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ 3 വലിയ നേന്ത്രക്കായ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. ഉരുക്കണം. ശർക്കര ഉരുക്കിയിട്ടാ. ഇനി ഇതിങ്ങനെയിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ തുള്ളി തുള്ളിയായിട്ടാണ്ട് വീഴണം. അപ്പോൾ കറക്റ്റ് പാകമായി. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ ശർക്കര വരട്ടി വറുത്തതില്ല, ശർക്കര വരട്ടിയല്ല കായ വറുത്തത് ഇരിക്കിടാം. ഇത് നമ്മുടെ ശർക്കര ഇത് ഇങ്ങനെ കടാ ഇങ്ങനത്തെ പാവായിട്ടാണ്. അപ്പോൾ കറക്റ്റ് പാകമാണിത്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ കായ വറുത്തിരിക്കുക കേട്ടോ. കായ വറുത്തത് കുറേ നമ്മൾ തിന്നു. എന്നിട്ടൊന്ന് ഇളക്കുക. ഇത് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂണോളം അധികം ജീരകപ്പൊടി ഇടുക. പിന്നെ ഒരു 5-8 ഏലക്കായ പൊടിച്ചത്. പിന്നെ ഒരു 3/4 ടീസ്പൂൺ ഈ നമ്മുടെ ചുക്ക് പൊടിച്ചത്.
എന്നിട്ട് ഇളക്കാം. ജഗു അവിടുത്തെ പഞ്ചസാര പൊടി എടുത്തോണേ. എന്നിട്ട് ഇങ്ങോട്ട് ഇളക്കാം. ഇപ്പോൾ ബെസ്റ്റ് ഒരു മണം വന്നിട്ട് ഇതിലേക്ക് നല്ല മണമായി. ഇനി ഇത് കുറച്ച് നേരം ഇളക്കണം. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിലേക്ക് ഒരു 2-3 ടീസ്പൂൺ പഞ്ചസാര എന്നിട്ടാണ് ഇളക്കാം. തീ ഈ സമയത്ത് സിമ്മിലിടാട്ടാ. നല്ല പോലെ ആയിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ട നല്ല പോലെ ഇതായിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ടാ. ഇത് അല്പം കഴിയുമ്പോൾ മുറുകും. ഇങ്ങനെ ഇളക്കി ഇളക്കി മുറുകും. കണ്ട ടൈറ്റായിട്ട് വന്ന് തുടങ്ങി. ഇത് വയ്യനോട് കൂടിയിട്ട് നമുക്കിത് ഇറക്കാം. വെറുതെ ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇത് രണ്ടാണ് പൊടികളില്ലേ. ഇത് അടിയിൽ കുറേ പൊടിൻ്റെ ഔട്ടാ. പൊടി തിന്നാൻ ഭയങ്കര രസമാണ്. ഏലക്കായും ജീരകവും ചുക്കും പഞ്ചസാരയും ശർക്കരയും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാധനം. ഇത് നമ്മുടെ ശർക്കര ഉപ്പേരി ഇതിനോട് കോരി എടുക്കണം കേട്ടോ. വാടാ. നേരം വെളുത്തപ്പോ അമ്മേരെ കുളി കഴിഞ്ഞു. കണ്ട കുറി തൊട്ടു പൊട്ടു കുത്തി. ഇല്ല ഇപ്പൊ കുഞ്ഞെ പൊട്ട് മതി. അപ്പൊ അമ്മേനെ നമ്മളിത് ടേസ്റ്റ് ചെയ്യാനായിട്ട് വിളിക്കുന്നു. ഓണത്തിന് ഉണ്ടാക്കി ഉപ്പേരി തിന്ന് നോക്കിയമ്മ. ഇത് ശർക്കര ഉപ്പേരി ഭയങ്കര ഇഷ്ടം. പല്ലൊക്കെ പോയി തുടങ്ങി. മുറുക്കണ്ടല്ലേ? പല്ലിലെ അമ്മക്ക് ശരിക്കും ഞാൻ തിന്നട്ടെ. ജഗൂടെ നിന്ന ചോറുണ്ട. ലേറ്റ് ഇടണം. ലേറ്റ് ഇട്ടെ. ജഗുന്ന് വേണേ ലേറ്റ് ഇട്ടോ. വട്ടപ്പേരി നോക്കിയേ തിന്നോ. നല്ല എയർ ടൈറ്റുള്ള ചെപ്പില് അടച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുണ്ട് തകർച്ചയുണ്ട് അമ്മ. നല്ല തകർച്ചയുണ്ടാ. ഏതരസം ഏതരസം ഇതരസം ഇതരസം അത് മധുരണ്ടേ. ബെസ്റ്റ് കൂട്ടൻ്റെ ഇതിന്റെ പൊടികളില്ലേ. ഇതിന്റെ പൊടികൾ കൊണ്ട് അടയുണ്ടാക്കാം. ജഗുവിന് പിന്നെ മധുരമുള്ള ഇഷ്ടമില്ല. അങ്ങനെ ഞങ്ങള് ഓണത്തിന്റെ ഉപ്പേരിയിലെ പണി കഴിഞ്ഞു. പക്ഷെ ഓണാകുമ്പോഴേക്കും വേറെ ഉണ്ടാക്കേണ്ടി വരും. ഓണാകുമ്പോഴേക്കും വേറെ ഉണ്ടാക്കേണ്ടി വരും. ജഗുവിന് ദോഷം, അമ്മയ്ക്ക് ദോഷം. പലരും പല ടേസ്റ്റിലാണ്. ചേട്ടനത് രണ്ടും ഇഷ്ടമാണ് അല്ലേ? നല്ല രസകരമായിട്ടുള്ള ശർക്കര ഉപ്പേരി, ശർക്കര വരട്ടി, നല്ല തകർച്ചയുള്ള ഉപ്പേരി. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാൻ നന്ദി, നമസ്കാരം. ഒരു പിന്നെ നടത്തണം, അമ്മയ്ക്ക് ഇട്ട് കൊടുക്കാം.